പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു. രാവിലെ 8:15 സംഭവം. നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് കത്തുന്നത്. കത്തി നശിച്ചവയിൽ ഭൂരിഭാഗവും കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ്. അഷിൻഡ്യാഗോ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ്. എങ്ങനെ തീപിടിക്കും? പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇടപെടലുകളോ മറ്റോ സംശയിക്കുന്നുണ്ടോ? പാങ്ങോടാണ് സംഭവം നടന്നിരിക്കുന്നത്. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ്. അതും കേസിലെ തൊണ്ടി മുതലാണ്. പലതും അടിച്ചുകൊണ്ട് പോയതുണ്ടാവും, ലഹരി കടത്തിയതുണ്ടാവും, മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വാഹനങ്ങളുണ്ടാവും. ആ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ്. ഇപ്പോൾ അവിടെ ഈ രീതിയിൽ തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അഷിൻ, ഈ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ്. പല വാഹനങ്ങളും കേസിൽപ്പെട്ട വാഹനങ്ങളുമാണ്. തൊണ്ടിമുതലടക്കമുള്ളവർ വാഹനങ്ങളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ചിലതിൽ തൊണ്ടിമുതൽ കണ്ടെടുത്ത വാഹനങ്ങളാവാം, ചില വാഹനങ്ങൾ തന്നെ തൊണ്ടിമുതലായിരിക്കാം. അപ്പോൾ ഈ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ തീ പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അട്ടിമറിയോ ബാഹ്യ ഇടപെടലോ ഒക്കെ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയോ അഷിൻഡ്യാഗു? മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീപിടുത്ത കാരണം ആദ്യം വ്യക്തമായിരുന്നില്ല. പക്ഷേ സ്റ്റേഷന് സമീപത്ത് ക്ലീനിംഗ് തൊഴിലാളികൾ കരിയിലകൾ ഒക്കെ തീയിടുന്നതിനിടയിലാകാം ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന, ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ്. ഏതാണ്ട് 12ഓളം ബൈക്കുകളും ഒരു ഓട്ടോറിക്ഷയും ഒരു കാറുമാണ് ഈ ഒരു തീപിടുത്തത്തിൽ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുള്ളത്. രാവിലെ 8:15 ഈ സംഭവം നടക്കുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്തായി തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഈ വാഹനങ്ങളെല്ലാം പിടിച്ചിട്ടിരുന്നത് എന്നുള്ളതാണ്. പല വാഹനങ്ങളും പല കേസുകളിൽപ്പെട്ട വാഹനങ്ങളാണ്. മോഷണം ചെയ്യപ്പെട്ട വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ്, അത്തരത്തിലുള്ള ലഹരി കടത്തിനൊക്കെ ഉപയോഗിച്ച വാഹനങ്ങളുണ്ട്. പല കേസുകളുടെയും സുപ്രധാന തൊണ്ടി മുതലാണ് ഈ വാഹനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനങ്ങളാണ് നിലവിലിപ്പോൾ രാവിലെയോടുകൂടി കത്തി നശിച്ചത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 12 ബൈക്കുകൾ, ഒരു ഓട്ടോറിക്ഷ, ഒരു കാർ എന്നിവയാണ് കത്തി നശിച്ചിട്ടുള്ളത്. സമീപത്തായി തന്നെ ക്ലീനിംഗ് സ്റ്റാഫുകൾ കരിയിലകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വിലയിരുത്തുന്നതും. അരുൺ, താങ്ക് യു. ഇപ്പോൾ അഷിൻഡ്യാഗോയാണ് നമുക്കൊപ്പം ചേർന്നത്.